പോകാം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വീണ്ടും യോഗം ചേരുകയാണ്. പി.ജെ. ജോസഫ്, മോൻസ് ജോസഫ്, അബു ജോൺ ജോസഫ് എന്നിവരാണ് യോഗം ചേരുന്നത്. രാഹുൽ സുരേഷ് ചേരുന്ന വിശദാംശങ്ങളുമായി. രാഹുൽ, തൊടുപുഴയിൽ അപ്പു മത്സരിക്കും എന്നുള്ള തീരുമാനത്തിനിടെ വീണ്ടും യോഗം ചേരുന്നു. ഔദ്യോഗികമായ പ്രഖ്യാപനത്തിന് വേണ്ടിയാണോ അതോ മറ്റെന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കണോ? വിനീത, മത്സര രാഷ്ട്രീയത്തിൽ നിന്നും പി.ജെ. ജോസഫ് മാറുന്നു. തൊടുപുഴയിൽ ഒരു തലമുറ മാറ്റം ഉണ്ടാകുന്നു. പി.ജെ. ജോസഫിന്റെ മകനായിട്ടുള്ള അബു ജോൺ ജോസഫ് തൊടുപുഴയിൽ മത്സരിക്കാൻ എത്തുന്നു എന്നത് ഏതാണ്ട് ഉറപ്പായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും തൊടുപുഴയിൽ ചർച്ച നടക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഈ ചർച്ച നടക്കുന്ന ഹോട്ടലിന് സമീപമാണ്. ഈ കാണുന്ന ഹോട്ടലിലാണ് മോൻസ് ജോസഫ്, പി.ജെ. ജോസഫ്, അബു ജോൺ ജോസഫ് തുടങ്ങിയ 3 നേതാക്കൾ ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് തൊടുപുഴയിൽ അബു ജോൺ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. UDF-ലെ മുതിർന്ന നേതാക്കളും കേരള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും അണികളും ഉൾപ്പെടെ അബു ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലുള്ള അതൃപ്തി പി.ജെ. ജോസഫിനെ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ചർച്ച നടക്കുന്നത്. ഒരുപക്ഷെ അബു ജോൺ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഇനി എന്തെങ്കിലും മാറ്റം വരുമോ എന്നത് ഈ മീറ്റിംഗ് കഴിയാൻ മാത്രമാണ് അറിയാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ അബു ജോൺ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലുള്ള അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് അല്പസമയം മുമ്പ് ഈ കാണുന്ന ഹോട്ടലിൽ തിരക്കിട്ട ഒരു ചർച്ച ആരംഭിച്ചിരിക്കുന്നത്. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമോ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നതാണ് കാത്തിരുന്നത്.